തമിഴ്നാട്ടിൽ വീണ്ടും പോലീസ് തോക്കെടുത്തു. ഗുണ്ടാ നേതാവ് റിച്ചാർഡ് സച്ചിനെ വെടിവെച്ച് വീഴ്ത്തി. തെളിവെടുപ്പിനിടെ റിച്ചാർഡ് സച്ചിൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ടെലിഫോണിലാണ് റഹീസ് ഉള്ളത്. ഗുഡ് മോർണിംഗ് റഹീസ്, പറയും. മോർണിംഗ് എസ് കെ. എന്തായാലും പോലീസ് കഴിഞ്ഞ കുറെ നാളായിട്ട് എടുത്ത് തോക്ക് തിരികെ വെച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ഒരു 2 എൻകൗണ്ടറുകൾ ഉണ്ടായി ശേഷം മൂന്നാം തവണയാണ് പോലീസ് ഇപ്പോൾ ഒരു പ്രതിയെ വെടിവെച്ച് വീഴ്ത്തുന്നത്. ഇത്തവണ ഗുണ്ടാ നേതാവ് റിച്ചാർഡ് സച്ചിനെയാണ് പോലീസ് വെടിവെച്ചത്. ഇദ്ദേഹം നേരത്തെ ഒരു 4-5 കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. 4 കേസുകളിൽ ഇദ്ദേഹം കൊലപാതക കേസുകളിൽ പ്രതിയാണ്, മറ്റൊരു കേസിൽ കൂടി പ്രതിയാണ് എന്ന് പോലീസ് സംശയിക്കുന്നയാളാണ്. അപ്പോൾ 2 ദിവസം മുൻപ് ഇയാൾ പ്രദേശത്ത് ഒരു കൊലപാതക ശ്രമം നടത്തുകയും അതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഇയാളെ ദിണ്ടികളിൽ എത്തിച്ച് തെളിവെടുപ്പിന് പോലീസ് ശ്രമിച്ചു. ആ തെളിവെടുപ്പിനിടയിൽ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെന്നും അങ്ങനെ വെടിവെച്ചുവെന്നുമാണ് പോലീസ് പറയുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഏതാണ്ട് സമാനമായ ഒരു സംഭവം ചെന്നൈയിൽ ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും ഇതുപോലെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു, അപ്പോൾ പോലീസിനെ ആക്രമിക്കുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്തവണയും ഒരു പോലീസുകാരന് പരിക്കേറ്റതായി പറയുന്നുണ്ട്. എന്തായാലും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ തുടരുന്ന പോലീസിന്റെ തോക്കെടുപ്പ് അത് ഒരിക്കലും അതിനൊരു നീതീകരണം നൽകാനാകില്ല എന്നൊക്കെ DMK മന്ത്രിമാരടക്കം പലതവണ പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഇതിനൊരു അറുതി വന്നിട്ടില്ല. ഇത്തവണ ഗുണ്ടാ നേതാവ് റിച്ചാർഡ് സച്ചിനെയാണ് വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. SKN. ഓക്കെ.